ഒരിക്കൽ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ കയ്യിന്റെ രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ. ഞാനും കാഫിലുൽ യതീമി, യതീമിനെ സംരക്ഷിക്കുന്നവനും ഫിൽ ജന്നത്തി സ്വർഗത്തിൽ ഇപ്രകാരമാകുന്നു. ഹാക്കദ എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ രണ്ട് കൈവിരലുകൾ ഇങ്ങനെ ചേർത്തി പിടിച്ചു കാണിച്ചു. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, യതീമാകുന്ന ആളുകളെ, യതീമാകുന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. സ്വർഗത്തിൽ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്നിരിക്കാൻ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്താൻ നമുക്ക് അതുവഴി സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ യതീമുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ മുൻപന്തിയിൽ ഉണ്ടാവണം എന്ന് ഞാനും എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മക്കളുള്ളവരാണ്, നമ്മളൊക്കെ മറ്റൊരാളുടെ മക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മളുടെ മക്കളെയോ നമ്മളെയോ അല്ലാഹു യതീമാക്കാതിരിക്കുമാറാവട്ടെ, യതീമുകളുടെ നമ്മളെ പെടുത്താതിരിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരു അവസ്ഥ നമുക്ക് ആർക്കും അള്ളാഹു വരുത്താതിരിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നിങ്ങൾ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് ഓർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.